മലപ്പുറത്തിനെ പറ്റി ബേസിക്കലി എനിക്കിങ്ങനെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തില്ല. ഓർത്തഡോക്സ് ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് എന്ന് തോന്നുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് പുരോഗമനം വരാനുണ്ടോ എന്ന് ഡൗട്ട്. പിന്നെ ഇവിടുത്തെ പന്തുകളി, അവിടുത്തെ ആ പന്തളിന്റെ ഒപ്പമുള്ള പോരും തല്ലും മോശം പറയാനൊന്നും ഞാൻ പറയാൻ മലപ്പുറം ഇവരും ഈ വർഗീയതൻ്റെ അല്ലെങ്കിൽ പാകിസ്ഥാനാണ് അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയാണ് ഈ പുറത്തുള്ള ജില്ലക്കാർക്കുള്ളത്. ഇതുവരെ അങ്ങനെ തന്നെ ഇനിയും പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നങ്ങളുമില്ല. അത്ര നല്ലൊരു ജില്ല വരെ ഉള്ളത്. എല്ലാവർക്കും ഒരു അച്ഛനമ്മമാരെ മക്കളെ പോലെ ജീവിക്കുന്ന ആൾക്കാരാണ് എല്ലാ കാര്യങ്ങളും. മനസ്സിലാക്കാത്തവർ പലരും പല വിഡിത്തങ്ങളും പറയും. അതൊന്നും ആരും വിഷയാക്കണ്ട. ആൾക്കാരായാലും എല്ലാം കൊണ്ട് സൂപ്പറാണ് മലപ്പുറം. കണ്ണൂരോടെ സെയിം തന്നെ ഒരേപോലെ തന്നെ. ദൂരെ ഇരിക്കുന്നവർക്ക് മലപ്പുറം എന്ന് പറയുമ്പോൾ എന്റെ ഒരു പേടി സ്വപ്നം പോലെ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്ന് ജീവിക്കുമ്പോൾ എല്ലാം ഭയങ്കര സ്നേഹവും ഇവിടെ നിന്ന് പിന്നെ പോകാൻ തോന്നുന്നില്ല. അത് മലപ്പുറത്തെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. മലപ്പുറം ജില്ല നമ്മളെ സ്വന്തം നാടാണ്. ഇവിടെ അടി ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നമ്മളെ ഫുട്ബോളിലുള്ള അടി. പെരിന്തൽമണ്ണ വേടനൊക്കെ വരുന്നുണ്ട്. മലപ്പുറത്തെ ആൾക്കാരൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ റിട്ടയർമെന്റ് ചെയ്താൽ പോലും അവരെന്ത് ചെയ്യുന്നില്ല, തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പുറമേ ഉള്ളവര് പറയുന്ന പോലെ ഒന്നുമല്ലല്ലോ മലപ്പുറം. മറ്റുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യാന്നുള്ളേ ഉള്ളൂ. എല്ലാം കൊണ്ടും സമ്പുഷ്ടാണ് മലപ്പുറം. ഓവറോൾ എല്ലാം തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വണ്ടിയെ പോകാനാണെങ്കിലും രാത്രി യാത്ര ചെയ്യാനൊന്നും ഞങ്ങൾക്ക് വലിയ പേടിക്കേണ്ടതായ കാര്യമില്ല. അവർ നമ്മൾ വളരെയധികം റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ഞങ്ങളോട് പെരുമാറുന്നത്. നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്. അതിനില്ലാണ്ടാക്കാനോ